എല്ലാ നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. അങ്ങനെ വീണ്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയ നിന്ന് കത്താണൊക്കെ. സോഷ്യൽ മീഡിയ നിന്ന് കത്താൻ കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫിറോസ് ഉച്ചിപ്പാറ, അതായത് നമ്മുടെ വില്ലേജ് ഫുഡ് ചാനലിലെ ഫിറോസ് ഉച്ചിപ്പാറ അറിയാത്ത വേറെ ഉണ്ടാകത്തില്ല മലയാളികൾ. സോ ഫിറോസ് ഉച്ചിപ്പാറ സാറ് കഴിഞ്ഞ ദിവസം നമ്മളെ മന്ത്രിനെ കണ്ടിരുന്നു, മന്ത്രി ശിവൻകുട്ടി സാറിനൊക്കെ. സോ വിദ്യാഭ്യാസ മന്ത്രിനെ കണ്ടിരുന്നു. ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിൽ മെയിനായിട്ട് പരക്കുന്നുണ്ട്. അതായത് ആ ഒരു മീറ്റിങ്ങിന് ശേഷം എന്താ ഫിറോസൊക്കെ കരഞ്ഞു എന്നൊക്കെ പറയുന്ന ഒരു ഫോട്ടോ കാണുന്നുണ്ട്. അത് എന്തെന്താ നമുക്ക് അറിയത്തില്ലെങ്കിൽ അതിൻ്റെ ഫുൾ വീഡിയോ കിട്ടും. ഒരുപാട് പേര് ചോദിച്ചു, അതിൻ്റെ ഫുൾ വീഡിയോ സൈഡിൽ ഇട്ടിട്ട് അതിൻ്റെ വോയിസ് ക്ലിയർ അല്ല. ഓക്കെ, അപ്പോൾ എന്താ വിവരിച്ചതെന്ന് പറഞ്ഞാൽ അവർ മെയിനായിട്ട് സംസാരിച്ചത് ഫുഡിനെ കുറിച്ചാണ്. ഫുഡിൻ്റെ ഹൈജീനിക്ക്, അതിൻ്റെ വൃത്തിയെക്കുറിച്ച് സംസാരിച്ചത്. പിന്നെ മന്ത്രി സാർ ചോദിച്ചു, ഇതിനു മുമ്പ് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, അതായത് ഇത്രയും ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ. ഇപ്പോൾ സാധാരണ ഒരു യൂട്യൂബർ ഉണ്ടാക്കുന്ന മരത്തെ ഫുഡല്ല, സാധാരണ ഒരു വ്യക്തി ഉണ്ടാക്കുന്ന മരത്തെ ഫുഡല്ല ഫിറോസൊക്കെ ഉണ്ടാക്കുന്ന ഒരു മാസി എമൗണ്ട് ഓഫ് ഫുഡാണ്. ഓക്കെ, സോ ഇത്രയും ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇതിന് മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ട്, കുടുംബപരമായിട്ട്. ഫിറോസൊക്കെ പറഞ്ഞല്ല, എൻ്റെ കുടുംബത്തിൽ കൃഷിയാണ് കൂടുതൽ ചെയ്യാറ്, ഞാൻ പിന്നെ യൂട്യൂബിൻ്റെ ഫീൽഡിലോട്ട് വന്നിട്ടുള്ളൂ. അങ്ങനെ അവർ ഫുഡിനെ കുറിച്ച് മെയിനായിട്ട് ഒരു കുറച്ച് സമയം സംസാരിച്ചതൊക്കെ. അവിടെ അധികം വീഡിയോസ് ഒന്നും ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയ വീഡിയോ വെച്ച് കാണാൻ സാധിച്ചിട്ട് കേൾക്കാൻ ആ വോയിസ് ക്ലിയർ ആയി കേൾക്കുമ്പോൾ അവിടെ ഫുഡിനെ കുറിച്ച് സംസാരിക്കണം. ഓക്കെ, ഫുഡിൻ്റെ ഹൈജീനിക്ക്, ഫുഡിൻ്റെ വൃത്തി, ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യുന്നു. അതിനുള്ളിൽ മന്ത്രി സാർ ചോദിച്ചു, നമുക്കിത് ഒരു ഹോട്ടൽ ആ ഒരു സെറ്റപ്പിലോട്ട് വരുന്നുണ്ടോ ചോദിച്ചു. അപ്പോൾ ഫിറോസൊക്കെ രസകരമായി മറുപടി കൊടുത്തു, ഇല്ല ഹോട്ടലിലോട്ട് എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇതേപോലെ യൂട്യൂബ് ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മൾ പൈസക്ക് വേണ്ടിയാണ് ചോദിച്ചാൽ പൈസ ജീവിക്കാൻ ആവശ്യമുണ്ട്. ആ ഒരു പൈസക്ക് വെച്ച് ഇത് നമ്മൾ വിറ്റ് ഫുഡ് വിറ്റ് കച്ചവടമാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മളത് ഫ്രീ ആയിട്ട് നാട്ടുകാരൊക്കെ ഫ്രീ ആയിട്ട് ഫിറോസൊക്കെ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ അറിയാലോ, അത്യാവശ്യം ഒട്ടകം പോലത്തെ അത്യാവശ്യം നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വെറൈറ്റി ഫുഡാണല്ലോ. സോ അതൊക്കെ നമ്മൾ നാട്ടുകാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഓവർ ഫുഡാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ചാരിറ്റി ആയിട്ട് ചെയ്യാറാണ് പതിവ്, എത്തിങ്ങാന പോലത്തെ സ്ഥലങ്ങളോട് കൊടുക്കാറാണ് പതിവ്, എന്നീ വൃദ്ധസദനങ്ങൾ പോലെ സ്ഥലങ്ങളോട് കൊടുക്കാറാണ് പതിവ് എന്നാണ് ഫിറോസൊക്കെ പറഞ്ഞത്. ഇത് നമുക്കത് ഹോട്ടലാക്കാനോ ആ ഒരു കാര്യത്തോട് താല്പര്യമില്ലാണ് അവർ പറഞ്ഞതൊക്കെ. പിന്നെ ഇതിന് കരയുന്ന ഫോട്ടോസൊക്കെ കണ്ടു. ആ ഫോട്ടോസിൻ്റെ എത്രമാത്രം സത്യാവസ്ഥ ഞാൻ കാര്യത്തില്ല, അറിഞ്ഞിടത്തോളം ഇതൊക്കെ ഞാൻ അറിഞ്ഞത്. ഓക്കെ, സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ബൈ.